നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും കിടിലൻ പോരാട്ടം കണ്ടൊരു മത്സരം. ഒടുവിൽ 12 റൺസിനാണ് മുംബൈ ഇന്ത്യൻസിനെ RCB വീഴ്ത്തുന്നത്. അവസാന ഓവറിൽ വിജയിക്കാൻ 19 റൺസാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിരുന്നത്. 6 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകളാണ് കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിയത്. അങ്ങനെ ജ്യേഷ്ഠൻ പാണ്ഡ്യയുടെ മികച്ച പ്രകടനം അത് അനിയൻ പാണ്ഡ്യയുടെ ടീമിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ആ 20ാമത്തെ ഓവർ ആരെറിയും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. കൃണാൽ പാണ്ഡ്യയ്ക്ക് രജത് പട്ടീദാർ പന്ത് കൊടുക്കുന്നു. ആദ്യമേ അദ്ദേഹം സാന്നറെ പറഞ്ഞു വിടുന്നു. അതിനു മുമ്പ് സാന്നറുടെ വക ഒരു സിക്സറൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കും. 20ാമത്തെ ഓവറിൽ തുടക്കത്തിൽ തന്നെ അയാളെ പറഞ്ഞു വിട്ടു. പിന്നാലെ ദീപക് ചാഹർ ബിഗ് ഹിറ്റിന് വേണ്ടി ശ്രമിച്ചതാണ്. ബൗണ്ടറി ലൈനിൽ ഫിൽ സാൾട്ട് മനോഹരമായിട്ട് ആ ബോൾ പിടിച്ചെടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റം അദ്ദേഹത്തെ റോപ്പിന് അപ്പുറത്തേക്ക് എത്തിക്കുമെന്ന് കണ്ടപ്പോൾ ആ പന്ത് എറിഞ്ഞു കൊടുത്തു. ടിം ഡേവിഡ് പിടിച്ചു. അങ്ങനെ പുറത്തേക്ക് പോകുന്നു. സോ ആ ഡബിൾ ബ്ലോ അതിൽ മുംബൈയുടെ പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹം നമാന്തിറിനെ കൂടി പറഞ്ഞു വിട്ടതോടെ കളി പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഏതായാലും മികച്ച പോരാട്ട വീര്യം കണ്ട ഒരു മത്സരമാണ്. തിലകിനെ പറഞ്ഞു വിട്ടിടത്താണ് കളി RCB ഒടുവിൽ വരുതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കളിയിലെ പോലെയല്ല, തിലക് ഇവിടെ മികച്ച രൂപത്തിൽ കളിച്ചു വന്നു. ഭുവനേശ്വർ കുമാറിൻ്റെ പന്തിൽ ഫിൽ സാൾട്ട് പിടിച്ച് പുറത്താകുമ്പോൾ 29 പന്തിൽ 56 റൺസാണ്. അപ്പോഴും പക്ഷേ ഹാർദിക് പാണ്ഡ്യ ക്രീസിലുണ്ട്, നല്ല രൂപത്തിൽ കത്തിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. 19ാമത്തെ ഓവറിലെ ജോഷ് ഹേസൽവുഡിൻ്റെ പ്രകടനവും എടുത്തു പറയണം. 15 പന്തുകളിൽ 42 റൺസ് എടുത്ത പാണ്ഡ്യയെ അദ്ദേഹം ലിയാം ലിവിങ്സ്റ്റൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെയും മുംബൈ ഇന്ത്യൻസിന് ക്രൂഷ്യൽ സമയത്ത് വിക്കറ്റ് നഷ്ടമായത് തിരിച്ചടിയാവുകയായിരുന്നു. ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 221 റൺസാണ് അടിച്ചത്. ഫിൽ സാൾട്ട് തുടക്കത്തിലെ 4 റൺസുമായിട്ട് മടങ്ങിയിട്ടും മിന്നും പ്രകടനം നടത്തി വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും രജത് പട്ടീദാറും ജിതേഷ് ശർമ്മയും. കോഹ്ലി 42 പന്തിൽ നിന്ന് 8 ഫോറും 2 സിക്സും അടക്കം 67 റൺസ് അടിച്ചപ്പോൾ പടിക്കൽ 22 പന്തിൽ നിന്ന് 2 ഫോറും 3 സിക്സും അടക്കം 37 റൺസാണ് കുറിച്ചത്. രജത് പട്ടീദാർ 32 പന്തിൽ നിന്ന് 5 ഫോറും 4 സിക്സും അടക്കം 64 റൺസ് അടിച്ചപ്പോൾ അവസാനം ഫിനിഷിംഗ് ടച്ച് ജിതേഷ് ശർമ്മയുടെ വക 19 പന്തിൽ നിന്ന് 2 ഫോറും 4 സിക്സും അടക്കം 40 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിങ്ങിൽ 2 ഓപ്പണർമാരും 17 റൺസ് മാത്രമാണ് എടുത്തത്. രോഹിത് ശർമ്മക്ക് നല്ല തുടക്കം കിട്ടിയിരുന്നു, പക്ഷേ യാഷ് ദയാൽ ബൗൾഡാക്കി വിട്ടു. 9 പന്തിൽ നിന്ന് 17. അതുപോലെ തന്നെ റിയാൻ റിക്കിൾട്ടൺ 10 പന്തിൽ നിന്ന് 17. വിൽ ജാക്സ് 18 പന്തിൽ നിന്ന് 22. സൂര്യ ഇന്ന് അത്ര മികവിലായിരുന്നില്ല, 26 പന്തിൽ നിന്ന് 28. പക്ഷേ തിലക് കഴിഞ്ഞ കളിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം. 29 പന്തുകൾ 4 ഫോറും 4 സിക്സും അടക്കം 56 റൺസ് അടിച്ചപ്പോൾ പാണ്ഡ്യ 15 പന്തിൽ നിന്ന് 3 ഫോറും 4 സിക്സും അടക്കം 42 റൺസ് അടിച്ചു. ഏതായാലും ഒടുവിൽ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 45 റൺസ് 4 വിക്കറ്റ് എടുത്തത് വളരെ ക്രൂഷ്യലായി. ഒപ്പം തന്നെ സുയാഷ് ശർമ്മ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് എറിഞ്ഞ ബൗളിംഗ് 4 ഓവറിൽ 32 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ജോഷ് ഹേസൽവുഡ് 4 ഓവറിൽ 37 റൺസ് 2 വിക്കറ്റ് എടുത്തപ്പോൾ യാഷ് ദയാൽ 4 ഓവറിൽ 46 റൺസിന് 2 വിക്കറ്റും ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 48 റൺസിന് 1 വിക്കറ്റും എടുത്തു. എന്തായാലും തകർപ്പൻ വിജയമാണ്, തകർപ്പൻ പോരാട്ടമായിരുന്നു. അതിൽ ആ പോരാട്ട വീര്യം പുറത്തെടുത്ത് 12 റൺസിൻ്റെ വിജയമാണ് RCB ഇപ്പോൾ MIക്ക് മേൽ നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.